റോമാലേഖനം നമ്മുടെ നീതീകരണത്തെ പറ്റി, അല്ലെങ്കിൽ ദൈവം നമ്മുടെ പാപം കണക്കിടാതെ നമ്മെ വെറുതെ വിട്ടതിനെ പറ്റിയുള്ള ചരിത്രമാണ് പറയുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ വിശദീകരണം കേവലം വിശ്വാസ പ്രഖ്യാപനം കൊണ്ട് മാത്രം, യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു, അവൻ എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, എൻ്റെ നീതീകരണത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന പാപത്തെ പറ്റിയുള്ള പശ്ചാത്താപത്തോടുകൂടി ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റുപറയുമ്പോൾ നമ്മളെല്ലാവരും രക്ഷയിലേക്ക് എത്തപ്പെടുകയാണ്. നമ്മളിൽ ആരോപിക്കപ്പെട്ട പാപം നമ്മളിൽ നിന്ന് കർത്താവ് മാറ്റുകയാണ്, അല്ലെങ്കിൽ അതിനെ മായ്ച്ചു കളയുകയാണ്. നമുക്കറിയാം, ഈ 1-2 അധ്യായങ്ങളിൽ നമ്മൾ ചിന്തിച്ചല്ലോ, ഒരു കോടതി മുറിയിലേക്ക് യഹൂദനെയും ജാതിയെയും കൊണ്ടു ചെന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ അവരെ വിസ്തരിക്കുകയാണ്. 1-ാമത്തെ 2-ാമത്തെ 3-ാമത്തെ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന പാപം മനുഷ്യനോട് നീതി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ ശിക്ഷിക്കാതിരിക്കാം, നിങ്ങൾ മരണയോഗ്യരാണ്, അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടണമെങ്കിൽ പാപം മുമ്പിൽ വെച്ച വ്യവസ്ഥ നീതീകരിക്കപ്പെടുക എന്നുള്ളതാണ്. നീതിമാനാകാത്ത ഒരു വ്യക്തിയെയും ശിക്ഷിക്കാതിരിക്കാൻ പാപത്തിന് കഴിയില്ല. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അപ്പം മരണയോഗ്യരായി നരകത്തിലേക്ക് തള്ളപ്പെട്ട സകല മനുഷ്യരെയും പാപം ചലഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. പാപം ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നപ്പോ അതിന് ബദലായി നിന്ന ന്യായപ്രമാണം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഞാനും നിങ്ങളെ ശിക്ഷിക്കും. അവിടെയാണ് മനുഷ്യൻ പെട്ടുപോയത്. പൗലോസ് അപ്പോസ്തലൻ ഈ ന്യായപ്രമാണത്തിന്റെ പരിമിതി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, പഴയ നിയമത്തിലെ പ്രമാണത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നമ്മളെ തകർക്കാൻ വേണ്ടി വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന നരകത്തിന് നമ്മളെ യോഗ്യരാക്കി തീർക്കാൻ ചലഞ്ച് ചെയ്തുകൊണ്ടിരുന്ന പാപം ഒരു വശത്ത്, മറുവശത്ത് ന്യായപ്രമാണം. ആ ന്യായപ്രമാണം എന്താ ചെയ്തത്? പാപത്തെ കുറിച്ചുള്ള അറിവ് മാത്രമാണ് പ്രദാനം ചെയ്തത്. നമ്മൾ പാപിയാണെന്ന് മാത്രമേ പറഞ്ഞു തന്നുള്ളൂ, രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത അത് ഒരുക്കി തന്നില്ല. ന്യായപ്രമാണത്തിൽ രക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നു. പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി, രക്ഷപ്പെടുമെന്ന പ്രഖ്യാപനം ന്യായപ്രമാണം തന്നു. പക്ഷെ അത് ന്യായപ്രമാണത്തെ അനുസരിക്കണമായിരുന്നു. അനുസരിക്കാൻ മനുഷ്യനൊരിക്കലും കഴിയുമായിരുന്നില്ല. മനുഷ്യൻ ന്യായപ്രമാണത്തിന് മുമ്പിൽ പരാജയപ്പെട്ടു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു തരുന്നു, ആ പരാജയത്തിൽ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. നാം ന്യായപ്രമാണത്തിൽ നിന്ന് പുറത്തു വന്ന് ദൈവത്തിന്റെ പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിലായിരുന്നു മനുഷ്യൻ കിടന്നത്. പ്രധാനമായും യഹൂദന്മാരെ പറ്റിയാണ്. നമ്മുടെ കാര്യം പറയുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും പ്രമാണങ്ങൾക്ക് നമ്മളും അടിമപ്പെട്ടവരായിരുന്നു. ക്രിസ്തുവിൽ എത്തുന്നത് വരെ, എത്തിക്കഴിഞ്ഞിട്ടും പലപ്പോഴും അങ്ങനെയൊക്കെയാണ്. ഇന്നും ഏതെങ്കിലും പ്രമാണം നമ്മെ അടിമപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നമ്മെ വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തി നമ്മെ അടിമപ്പെടുത്തുന്ന തലത്തിലേക്ക് നമ്മോട് ഇടപെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ അതിനടിമയാണെന്നാണ്. അപ്പോ ക്രിസ്തു വന്നത് നമ്മെ സ്വതന്ത്രന്മാരാക്കാൻ വേണ്ടിയാണ്. നമ്മെ അടിമപ്പെടുത്തുന്ന സകല സംവിധാനങ്ങളിൽ നിന്ന്, എല്ലാവിധമായ പ്രമാണങ്ങളിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്ന് സ്വതന്ത്രരാക്കി ദാസ്യത്വത്തിൽ നിന്ന് നമ്മെ പുത്രത്വത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. അപ്പൊ ഈ ചരിത്രം പറഞ്ഞു തരികയാണ് റോമാലേഖനം. അപ്പൊ സകല മനുഷ്യരും പാപികളായിരുന്നു. ന്യായപ്രമാണത്തിന് പാപികളോട് പറയാൻ പറ്റി, നീ പാപിയാണ്, നീ മരിക്കേണ്ടവനാണ്. പിറന്നു വീഴുന്ന കുഞ്ഞിനോട് പോലും ന്യായപ്രമാണം പറഞ്ഞത്, നീ മരിക്കേണ്ടവനാണ്. ഈ ഏലീശയുടെ അടുക്കലൊക്കെ ഏലിയാവിനെ ഏലീശയെ മുട്ടത്തലയെന്ന് വിളിച്ച കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? കരടി വന്ന് കുഞ്ഞ് ചീന്തിക്കണം അല്ലേ? കുഞ്ഞുങ്ങളോട് പോലും ദയയില്ലാത്ത പാപം, അല്ലെങ്കിൽ പ്രമാണം. നമ്മൾ ഈ പാപത്തെ പറ്റി മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഇതിന്റെ അപ്പുറത്തെ ഗൗരവമായ വിഷയം ന്യായപ്രമാണം എന്നൊരു സംവിധാനമാണ്. അപ്പൊ ഈ പാപത്തെക്കാളും ഭയങ്കരമായി പോയി മനുഷ്യൻ ന്യായപ്രമാണം. പാപം, നീ പാപിയാണെന്ന് പറഞ്ഞു. പാപം മനുഷ്യനെ തെറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പുറത്ത് ഈ തെറ്റുകൾക്കെല്ലാം ശിക്ഷ വിധിക്കാൻ വേണ്ടി പ്രമാണമായിരുന്നു മനുഷ്യന്റെ വില്ലനായിട്ട് വെളിപ്പെട്ടത്. മറ്റൊരു സന്ദർഭത്തിൽ കുഞ്ഞുങ്ങളോടുള്ള കാര്യത്തില് ഏലിയാവിനെ കളിയാക്കിയപ്പോ, ഏലിയാവിന്റെ നേരെ വന്ന ആളുകളുടെ മേൽ ഏലിയാവ് എന്താ ചെയ്തത്? തീ ഇറക്കി ദഹിപ്പിക്കുക അല്ലേ? അപ്പൊ ഈ പ്രമാണം എപ്പോഴും മനുഷ്യരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു, ഭീതിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതിൽ നിന്നൊരു രക്ഷ. അപ്പൊ പുതിയ നിയമത്തിൽ
പാപത്തിൽ നിന്നുള്ള രക്ഷ മാത്രമല്ല, നമ്മെ അടിമപ്പെടുത്തിക്കൊണ്ടിരുന്ന ന്യായപ്രമാണത്തിൽ നിന്നുള്ള രക്ഷയും കൂടി പറയുന്നുണ്ട്. അത് പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല, അല്ലെങ്കിൽ അത് പ്രസംഗിക്കപ്പെടാറില്ല. പ്രമാണത്തിൽ നിന്നുള്ള രക്ഷ. ഇപ്പൊ നമ്മൾ ക്രിസ്തുവിന്റെ കൂടെയാണ്. നിയമങ്ങൾക്ക് വിരൽ ചൂണ്ടാൻ കഴിയാത്ത വിധം, പ്രമാണങ്ങൾക്ക് നമ്മെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം ക്രിസ്തുവിന്റെ കൂടെയുള്ള ഒരു ജീവിതം. 3 മുതലുള്ള അധ്യായങ്ങളിൽ നമ്മൾ ചിന്തിച്ചു, രക്ഷ ക്രിസ്തുവിനോട് നമുക്ക് ലഭിച്ച രക്ഷ നീതി ആഘോഷിക്കുകയാണ്. ഇന്നലെ വരെ പാപം മരണം ആഘോഷിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ മേൽ വാണുകൊണ്ടിരുന്ന പാപം നമ്മുടെ മേൽ മരണം അനുവദിച്ച് ആ മരണത്തിൽ പാപം സന്തോഷിച്ചു കൊണ്ടിരുന്നെങ്കിൽ, ഇന്ന് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച രക്ഷ മുഖാന്തരം നമ്മൾ ജീവനിൽ സന്തോഷിക്കുകയാണ്. നമുക്ക് ലഭിച്ച രക്ഷയിലൂടെ നമ്മൾ നീതി പ്രഘോഷിക്കുകയാണ്, നമ്മൾ നീതി ആഘോഷമാക്കുകയാണ്. ഇന്നലെ വരെ പാപം നമ്മോട് നീതി ആവശ്യപ്പെട്ടു, നീതിക്ക് വേണ്ടി നമ്മെ വെല്ലുവിളിച്ചപ്പോൾ, ഇന്ന് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച വിശ്വാസം മൂലം ലഭിച്ച രക്ഷയിലൂടെ നമ്മൾ നീതി ആഘോഷിക്കുകയാണ്, നീതി ആഘോഷമാക്കുകയാണ്. എന്താ ഈ നീതി? നമ്മൾ ചിന്തിച്ചു, റോമൻ കോടതിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു, ഇനി നിന്റെ മേൽ ആർക്കും ഒരു കുറ്റം ചുമത്താൻ കഴിയില്ല, ഇനി മുതൽ നീ പാപിയല്ല, നിന്റെ ഒരു കുറ്റവും ഇല്ല എന്ന് റോമൻ കോടതി വെറുതെ വിടുന്ന ഒരു രംഗമാണ് നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ദൈവം നമ്മുടെ സകല പാപങ്ങളും ക്രിസ്തുവിന്റെ മേൽ ആരോപിച്ചിട്ട് നമ്മെ വെറുതെ വിട്ടുവെന്നാണ്. നമ്മൾ പാപത്തിൽ നിന്ന് വിമുക്തരായി. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? എന്റെ പാപത്തിന്റെ ശിക്ഷ മുഴുവൻ ക്രിസ്തുവിന്റെ മേൽ ദൈവം ആരോപിച്ച് ക്രിസ്തുവിനെ എനിക്ക് പകരം പ്രായച്ചിത്തമാക്കി മാറ്റി. എനിക്ക് പകരം ക്രിസ്തുവിനെ ശിക്ഷിച്ചു, ന്യായവിധി ക്രിസ്തുവിന്റെ മേൽ നടപ്പാക്കി. അപ്പൊ ഞാനിനി ചെയ്യേണ്ടത് എന്താണ്? ശിക്ഷിക്കപ്പെടാത്ത ചിലരെങ്കിലും ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം ഒന്നും കൂടി ആവർത്തിക്കുന്നത്. ഞാൻ ചെയ്യേണ്ടത് എന്താണ്? യേശുവിനോട് പറയണം, യേശുവേ, നീ എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു, നീ എന്റെ നീതീകരണത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, എന്റെ പാപത്തിന്റെ ശിക്ഷ നിന്റെ മേലായി, എന്റെ സമാധാനത്തിനു വേണ്ടി നീ തകർക്കപ്പെട്ടു, നീ ശിക്ഷിക്കപ്പെട്ടു, നീ ദൈവിക ന്യായവിധിയിലൂടെ കടന്നുപോയി, നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ പാപം നീ ഏറ്റെടുത്തുവെന്നും നിന്നിൽ എനിക്ക് രക്ഷയുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് യേശുവിനെ ഏറ്റുപറയുമ്പോ നാമും ഈ പാപ വിമുക്തരായി മാറുകയാണ്, നാമും ഈ നീതീകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്, നാമും ദൈവത്താൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവരായി മാറുകയാണ്. അതിനെയാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രക്ഷയുടെ 3 തലങ്ങൾ. ആദ്യത്തെ സ്റ്റെപ്പാണ്, പ്രോസസ്സിലെ ആദ്യത്തെ കടമ്പയാണ് നീതീകരണം എന്ന് പറയുന്നത്. യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് എത്തുന്ന പ്രിവിലേജ്, കടമ്പ എന്ന് പറയുന്നത് നീതീകരണമാണ്. നമ്മുടെ പാപം കർത്താവ് പോക്കി എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടതും കർത്താവിന്റെ സന്നിധിയിൽ പാപി അല്ല എന്ന ലേബൽ സമ്പാദിക്കുകയാണ്, നീതിമാൻ വിശുദ്ധൻ എന്ന ലേബൽ സമ്പാദിക്കുകയാണ്. അതിന് എന്ത് ചെയ്യണം? യേശുവിനെ രക്ഷകനും കർത്താവുമായി ഏറ്റുപറയണം. ഇന്ന് പകലിൽ ഇവിടെ ആയിരിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്, എനിക്കറിയാം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകേണ്ട മാറ്റം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള മോചനമാണ്. അറിഞ്ഞോ അറിയാതെയോ സകല മനുഷ്യരും പാപികളാണ്. പാപികളെന്ന് പറഞ്ഞാൽ ആയിരിക്കേണ്ടതുപോലെ ആയിരിക്കാത്ത അവസ്ഥ. ദൈവത്തിന് നമ്മെ പറ്റി ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് നമ്മെ പറ്റി ഒരു ഉദ്ദേശമുണ്ട്. നാം ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, നിത്യതയിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം, ആ ദൈവത്തിന്റെ വഴികളിൽ യാത്ര ചെയ്യാൻ കഴിയുക, ഇത് ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന്റെ ആഗ്രഹമാണ്. പക്ഷെ നമുക്കതിന് പറ്റുന്നില്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പോകുന്നില്ല. ഞാൻ ചിന്തിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? പാപമാണ്. ആയിരിക്കേണ്ടത് പോലെ ആയിരിക്കാൻ നമ്മളെ അനുവദിക്കാത്തത് പാപമാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സാമ്പത്തിക പ്രശ്നം, രോഗം, പിന്നെ മറ്റേ കടബാധ്യതകൾ, ഇതര കുടുംബ പ്രശ്നങ്ങൾ, പുറത്തു പറയാൻ കഴിയാതെ നിറങ്ങുന്ന ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തെ അലട്ടുമ്പോൾ നമ്മൾ തന്നെ പറയുന്നില്ലേ, ഞാൻ ആയിരിക്കേണ്ടത് പോലെ ആയിരിക്കുന്ന അവസ്ഥയിലല്ല, എനിക്ക് ആയിരിക്കേണ്ടത് പോലെ ആയിരിക്കാൻ സാധിക്കുന്നില്ല. എന്താ പ്രശ്നം? അതിന്റെ അടിസ്ഥാന കാരണം പാപമാണ്. അപ്പൊ ഈ പാപം മാറ്റപ്പെടുമ്പോ നമ്മൾ ശരിയായ ട്രാക്കിൽ വരും, ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അടിസ്ഥാനപരമായി പാപം മാറണം. പാപം മാറിയാൽ ശാപം മാറും. പാപത്തിന്റെ പരിണിതഫലമായ ശാപം. പാപം വസ്തുവാണെങ്കിൽ ശാപം അതിന്റെ നിഴല. വസ്തു എടുത്ത് മാറ്റപ്പെടുമ്പോൾ ശാപം അതിന്റെ കൂടെ മാറുകയാണ്. അപ്പോൾ എനിക്ക്
ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം വേണമെങ്കിൽ, അടിസ്ഥാനപരമായി എന്റെ ജീവിതത്തിന് ഒരു മാറ്റം വരണമെങ്കിൽ, എന്റെ ഭൗമികമായ ആത്മിക സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം വേണമെങ്കിൽ എന്താ വേണ്ടത്? എന്റെ ലേബൽ മാറണം. പാപി എന്ന ലേബൽ മാറണം. അത് മാറാൻ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി ഒരിക്കലായി മരിച്ചത് യേശുക്രിസ്തു മാത്രമാണ്. ക്രിസ്തുവിൽ മാത്രമാണ് നമ്മുടെ ലേബൽ മാറ്റപ്പെടുകയുള്ളൂ. മറ്റാരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല, വേറൊരു നാമമില്ല. യേശുവിന്റെ നാമം മാത്രം. ഇത് പകലിൽ പ്രിയമുള്ളവരെ, യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിക്കാത്തവർ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റുപറയണം. എനിക്ക് യേശു മതി. എന്റെ പാപത്തെ പോക്കാൻ യേശുവല്ലാതെ മറ്റൊരു മാർഗം ഈ ലോകത്തിലില്ല. യേശുവിൽ എത്തുന്നതോടുകൂടി നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുകയാണ്. സകല പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണമാണ് പാപം. ആ പാപം മാറുന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങൾക്കും പടിപടിയായ മാറ്റം സംഭവിക്കുകയാണ്. ഞാൻ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഒരു വിശദീകരണത്തിനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ല. അതുകൊണ്ട് റോമാലേഖനം നമുക്ക് ചിന്തിക്കാം, നമുക്ക് പഠിക്കാം. ലളിതമായി തന്നെ നമുക്ക് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകാം. നമ്മൾ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവിലൂടെയാണ് വിജയകരമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാകുന്നത്. പൗലോസപ്പോസ്തലൻ പറഞ്ഞതുപോലെ പാൽ കുടിക്കുന്ന അവസ്ഥയിൽ തുടരേണ്ടവരല്ല നമ്മൾ പക്വതയുള്ളവരാകണം. നമ്മൾ കുടുംബത്തിന്റെ കാര്യം നോക്കാൻ കെൽപ്പുള്ള ഒരു പക്വതയുള്ള യുവാവായിട്ട്, ഒരു യുവതിയായി, ഒരു പക്വതയുള്ള മകളായി നമ്മൾ ദൈവഭവനത്തിൽ വളരണം. അപ്പോ നമ്മൾ ദൈവവചനത്തെ പറ്റിയുള്ള ബോധ്യങ്ങൾ ഉണ്ടാകുന്നത് വഴി നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷം, ഈ നീതീകരണം, ഈ വിശുദ്ധ ജീവിതം മറ്റുള്ളവരിലേക്ക് പകരാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ നമ്മളിന്ന് വായിച്ച ഈ